ഹലോ ഗൈസ്, കൊടൈക്കനാലിൻ്റെ വ്ളോഗ് കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്ന നെക്സ്റ്റ് വീഡിയോ ആണിത്. സോ നമ്മളിപ്പോൾ പോകുന്നത് ഗോൾഡൻ അമൂൺ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ്. ഹോസ്കോട്ടെ സൈഡിലാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. സ്പാ ആൻഡ് ഡേ ഔട്ടിംഗ് ഉണ്ട്. ഒരു സ്റ്റേയിന് ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നൈസ്, അടി ഫുൾ ലൈക്ക് പീസ്ഫുൾ ആയിരിക്കും അല്ലേ. പിന്നെ പോക്കറ്റിൽ കുറച്ച് ക്യാഷും ഉണ്ടെങ്കിൽ ദെൻ നമുക്ക് ഇങ്ങനെ എറിഞ്ഞു കളിക്കാം. അല്ലെങ്കിൽ സ്റ്റിഞ്ചി പേഴ്സൺ ആവേണ്ടി വരും. ഞാൻ പറയുന്നത് രണ്ടും നല്ലതാണ്. ആക്ച്വലി കുറച്ച് സ്റ്റിഞ്ചി ആവുന്നത് നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് കുറേ റിസോർട്ട്സും ഇതേപോലെ ട്രാവലിനൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. സോ ഓൾവേസ് തിങ്ക് ബ്രോഡർ ദെൻ ബിക്കമിങ് എ ലക്ഷറി ബ്രാൻഡ്. എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? സോ അങ്ങനെ നമ്മൾ റിസോർട്ട് എത്തി. റിസപ്ഷനിൽ നമുക്കൊരു ബഗി അറേഞ്ച് ചെയ്തു. സോ നമ്മളെ റൂമിലോട്ടുള്ള യാത്ര ബഗിയിലായിരുന്നു. അവിടെ നമുക്കൊരു ചെറിയ പ്രോപ്പർട്ടി ടൂറും കിട്ടി. റൂംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ വൺ ഓപ്ഷൻ ടൈപ്പ് അങ്ങനെയൊന്നുമല്ല. ഇവിടെ വെറൈറ്റി ഓഫ് റൂംസ് ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ബി ലൈക്ക് കംഫർട്ടബിൾ സ്റ്റാൻഡേർഡ് റൂം ഓർ സ്വീറ്റ്, ഡ്യൂപ്ലെക്സ്, വില്ല, പൂൾ വില്ല, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മളൊരു പ്രീമിയം സെറ്റപ്പിലുള്ള റൂമാണ് എടുത്തത്. സോ പ്രീമിയം സെറ്റപ്പ് റൂംസും നല്ല അടിപൊളി റൂംസ് ആയിരുന്നു. ഐ റിയലി ലവ്ഡ് ഇറ്റ്. പിന്നെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ചെറിയ ടി വി ഉണ്ട്, പക്ഷേ ഇത് യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരെ ടി വി ഒക്കെ കാണുന്നതല്ലേ. പിന്നെ ഇവിടെ ഒരു ചെറിയ ബാൽക്കണി സെറ്റപ്പാണ്, പക്ഷേ ഇത് ബാൽക്കണി അല്ല. ഇതേ മുറ്റത്തൊരു ബഗ്ഗി. സോ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. ഫസ്റ്റ് റൂം വെച്ച് കമ്പയർ ചെയ്താൽ ഇവിടെ എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, അവിടെ ഒരു ബ്ലൂ സോഫയാണെങ്കിൽ ഇവിടെ പിങ്ക് സോഫയാണ്. ആൻഡ് ദെൻ പെയിൻറ്റിങ്, പിന്നെ വിൻഡോ വ്യൂ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ റൂമിലും ടി വി ഉണ്ട്, പക്ഷെ ടി വി വർക്കിംഗ് ആയിരുന്നില്ല. പിന്നെ ഇവിടെ ഒരു കെറ്റിലുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ടീ ഓർ കോഫി പേഴ്സൺ ആണെങ്കിൽ കോഫി കുടിച്ച് ടീ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ 2 ബോട്ടിൽ വെള്ളവും തന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദി വാഷ്റൂം. ആ റൂം വെച്ച് കമ്പയർ ആണെങ്കിൽ ഈ വാഷ്റൂം കുറച്ച് ചെറുതായിരുന്നു. പിന്നെ ടോയ്ലറ്ററീസ് എല്ലാം റിസോർട്ടിലുള്ള പോലെ ഇവിടെയും ഉണ്ട്. ഇതൊരു ബ്യൂട്ടിഫുൾ അണ്ടർ ബ്രിഡ്ജ് പൂളായിരുന്നു. നമ്മുടെ ചെക്ക് ഇൻ വന്നിട്ട് മോർണിംഗ് 11 AM ആയിരുന്നു. സോ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോയി. എന്നിട്ടൊരു ചെറിയ പ്രോപ്പർട്ടി ടൂറും എടുത്തു. Cruising down the highway, windows down low. Sunset paints the sky in a fiery glow. Mountains rise up, touching clouds above, valleys below. പൂളിലൊക്കെ ഇറങ്ങണമെങ്കിൽ ടൈമിങ്സ് ഉണ്ട്. ആൻഡ് മെയിൻ തിങ്, സ്വിം വെയർ ഇല്ലാതെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റില്ല. സോ ഈവനിങ് ആയാൽ ഈവനിങ് വാക്ക് മസ്റ്റ് അല്ലേ. സോ ഒരു വാക്കിന് ഇറങ്ങിയതാണ്. ഈ ഒരു കേവിൻ്റെ അകത്ത് എന്തായിരിക്കും? ഇനി ഗെസ്സസ്? കീപ് വാച്ചിങ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. സോ നമ്മളൊരു ടീ ബ്രേക്കിന് വന്നതാണ്. ബട്ട് വി വർ ഡിസപ്പോയിൻറ്റഡ് ബിക്കോസ് ടീ ആൻഡ് കോഫി കോംപ്ലിമെൻ്ററി ആയിരുന്നില്ല. ദേ സെഡ് ഓൺലി ബ്രേക്ക്ഫാസ്റ്റ്. സോ കോഫി മസ്റ്റ് ആൻഡ് കോഫി കുടിച്ചിട്ട് നമ്മൾ പ്രോപ്പർട്ടി കാണാൻ ഇറങ്ങി. ഇതാണ് സ്പാ ഏരിയ. ആൻഡ് ഈ ഒരു റിസോർട്ട് 18 acres ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് എ സ്പീഷ്യസ് ട്രോപ്പിക്കൽ സ്റ്റൈൽ എസ്കേപ്പ് സ്പോട്ടാണ്. ആൻഡ് ഇറ്റ് ഇസ് സൂട്ടബിൾ ഫോർ ഔട്ടിംഗ്, വെഡിങ് ആൻഡ് ഈവൻറ്റ്സ്. ഇനിയിപ്പോൾ നിങ്ങളൊരു ഡേ ഔട്ടിംഗ് ആണ് നോക്കണമെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസും ഉണ്ട്, ലൈക്ക് ഈവനിങ്, സ്റ്റാൻഡേർഡ്, ഹാഫ്. സോ ഏത് കാറ്റഗറി വേണം എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക ആസ് പെർ യുവർ പ്രിഫറൻസ്. ആൻഡ് ഈ കാണുന്നത് ഈജിപ്ഷ്യനിലെ ഫെറോ ടുട്ടുക്കാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ഏൻഷ്യൻ ഈജിപ്ഷ്യൻ ബോയ് കിങ് ആണ്. ഇറ്റ്സ് എ മാസീവ് ഗോൾഡൻ സ്റ്റാച്യു വിച്ച് ഇസ് അബൌട്ട് 66 feet tall. So it's like a landmark attraction and tribute to him. Valleys below, filled with whispers of love. On this road, every seed's a delight. From sunrise to starlight, day to night, nature's canvas unfolding so grand. ഇവിടെ കോമൺ ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂളുണ്ട്. ആൻഡ് നമ്മൾ പോയ സമയത്ത് ബോൺഫയർ ഇല്ലായിരുന്നു. വി വെൻറ്റ് ഓൺ എ സാറ്റർഡേ. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് സൺഡേയുടെ ബോൺഫയറിന് വേണ്ടി ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചതാണെന്ന്. വാവ്. ആൻഡ് ഇതാണ് പ്രൈവറ്റ് വില്ലയുടെ പ്രൈവറ്റ് പൂൾ. സോ നമ്മൾ അന്ന് ഡിന്നർ ഔട്ട്സൈഡ് ആക്കി എംപയറിൽ പോയാണ് കഴിച്ചത്. സോ ഇറ്റ് വാസ് എ സാറ്റിസ്ഫൈങ് ഫുഡ്. ആൻഡ് ഈ ഒരു റിസോർട്ട് നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു ഈജിപ്ഷ്യൻ ആർക്കിടെക്ചർ ആൻഡ് ഡെക്കോറിലാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സ്പേസും എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. മേ ബി ലൈക്ക് ഹൗ ഗാർഡൻ ഓഫ്റ്റൻ സിംബലൈസ് ലൈഫ്, ഫെർട്ടിലിറ്റി ഓർ പാരഡൈസ്. നേരത്തെ കണ്ട ഒരു നൈറ്റ് വ്യൂ അല്ലേ, ഇതൊരു ഡേ ടൈമിൽ ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. ഇവിടെ ഒരു ജിമ്മുണ്ട്. ആൻഡ് മോഡറേറ്റ്ലി ഇതൊരു ലാർജ് പൂളായിരുന്നു. ആൻഡ് ഇവിടെ ചെറിയൊരു ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വാസ് നൈസ്. ആൻഡ് ഈ കാണുന്നത് മേ ബി ഒരു ഫിഷ് സ്പാ ആണെന്ന് തോന്നുന്നു, ബിക്കോസ് വാട്ടർ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് കിഡ്സ് ഏരിയ ആണ്. ഇൻ കേസ് നിങ്ങൾ കിഡ്സുമായിട്ട് വരികയാണെങ്കിൽ യു ക്യാൻ ടേക്ക് ദം ഹിയർ. ആൻഡ് അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസ് ട്രൈ ചെയ്യണമെങ്കിൽ ഇവിടെ റോപ്പ് ആക്ടിവിറ്റി, സിപ്പ് ലൈൻ, പിന്നെ സ്കൈ സൈക്ലിംഗ് ഉണ്ട്. ആൻഡ് കിഡ്സിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ദേ വിൽ ഹാവ് എ ഗുഡ് ടൈം ഹിയർ. ഇവിടെ മെയിൻ ഈവൻറ്റ് സ്പേസസ് നടക്കാറുണ്ട്. ലൈക്ക് ലാർജ് ഔട്ട്ഡോർ ആണ് നോക്കണമെങ്കിൽ 5000 സീറ്റിങ്ങും, ഇൻഡോർ ആണ് നോക്കണമെങ്കിൽ 1200 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതും, ഓർ മീഡിയം സ്മോളർ ഹാൾസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇൻറ്റിമേറ്റ് ഫംഗ്ഷൻസ് ഒക്കെ നടക്കാൻ നല്ലൊരു ബെസ്റ്റ് സ്പേസ് ആയിട്ടും എനിക്ക് തോന്നി. ആൻഡ് ഗസ്റ്റ് റൂംസ് ഉണ്ട്. ലൈക്ക് 120 റൂംസ് ആർ അവൈലബിൾ ഫോർ അക്കോമഡേഷൻ. ഇനിയിപ്പോൾ സ്മോളർ ഗ്യാതറിങ്സ് ആണ്, ലൈക്ക് 100 ഗസ്റ്റിനാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അതിനും സൂട്ടബിൾ ആയിട്ടുള്ള ഹാൾസ് ഉണ്ട് അവിടെ.
സോ പ്രോപ്പർട്ടി ടൂറൊക്കെ കഴിഞ്ഞു. ഇനിയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറയാമെന്ന് പറഞ്ഞ് സ്ഥലം കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ DJ നടന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റേ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ബൈ ബൈ റൂംസ്. സോ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് റിസോർട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സ്റ്റേ. എക്സെപ്റ്റ് ഫോർ വൺ, ആ ഒരു കോംപ്ലിമെൻ്ററിയുടെ ഒരു പ്രോബ്ലം വന്നത് മാത്രം. അതർവൈസ് ഇറ്റ് വാസ് ഓൾ ഗുഡ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.